അമ്മേ, നമ്മൾ മീനാക്ഷി ഏൽപ്പിച്ച പണി മുഴുവൻ തീർത്ത് നമുക്ക് മുന്നേ അവളുടെ തറവാട്ടിൽ അവൾ പൂജയ്ക്കെത്തുക അസാധ്യമായ കാര്യം. എന്റെ ബലമായ സംശയം പച്ചേമാലുകൂടി ജോലി പൂർത്തിയാക്കാൻ അവളെ സഹായിച്ചിട്ടുണ്ടെന്നാണ്. ഇല്ലമ്മേ, മീനാക്ഷിക്ക് തറവാട്ടിൽ പോകാനുള്ള അനുവാദം പോലും കൊടുക്കാത്തവനല്ലേ ജ്യേഷ്ഠൻ. പിന്നെയാ സഹായിക്കുന്നത്. അവളെ സഹായിക്കാൻ അവളുടെ പിന്നിൽ നമ്മൾ അറിയാതെ ആരും ഉണ്ട്. അതല്ലെങ്കിൽ അവൾ എന്തോ മായിക വിദ്യ പഠിച്ചിട്ടുണ്ട്. എന്തായാലും ഭവനത്തിൽ ചെല്ലട്ടെ. നമ്മൾ ഏൽപ്പിച്ച പണി പൂർത്തിയാക്കാതെയാണ് അവൾ പൂജയ്ക്ക് വന്നതെങ്കിൽ തള്ളി ഞാൻ അവളെ അവശതപ്പെടുത്തിയിരിക്കും. ഒരു മായാജാലക്കാരി. മനുഷ്യത്വം തൊട്ട് തീണ്ടിട്ടില്ലാത്ത സ്ത്രീ ജന്മങ്ങൾ. എന്തായാലും അവരെ ഏൽപ്പിച്ച പണിയൊക്കെ ഭംഗിയെ പൂർത്തിയാക്കിയല്ലോ. ദൈവമേ, നേരം നന്നേ വൈകിയല്ലോ. അച്ഛൻ മറ്റേതെങ്കിലും ബന്ധുക്കളെ കൊണ്ട് പൂജ തുടങ്ങിയിരിക്കും. പൂജ തീരും മുമ്പേ തറവാട്ടിലെത്താൻ നോക്കണം. അച്ഛന് സന്തോഷമായില്ലേ? പൂജയ്ക്ക് നന്നായില്ലേ അച്ഛാ? ബഹുകേമായി മകളെ. എല്ലാ വർഷവും നീയാണല്ലോ പൂജ ചെയ്യുന്നത്. പക്ഷേ ഇന്ന് പൂജ ചെയ്തപ്പോ മുമ്പൊന്നുമില്ലാത്ത ഒരു പ്രത്യേക ശക്തിയും സുഗന്ധവും ചൈതന്യവും ഒക്കെ അച്ഛൻ അനുഭവപ്പെട്ടു. ഇടയ്ക്കിടയ്ക്ക് പൂജ ചെയ്യുന്നത് എന്റെ മകൾ മീനാക്ഷി തന്നെയാണോ എന്ന് ഞാൻ സംശയിച്ചു പോയി. നീ മറ്റൊരു മീനാക്ഷി ആണോ മകളെ? മീനാക്ഷിമാർ പലരും ഉണ്ടല്ലോ. ജഗദംബികയുടെ അനുഗ്രഹ വർഷത്തിനു വേണ്ടിയാണല്ലോ വരലക്ഷ്മി പൂജ നടത്തുന്നത്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ പൂജാ സമയത്ത് ഇവിടെ ജഗദംബികയുടെ സാന്നിധ്യം പൂർണ്ണമായി ഉണ്ടായിരുന്നില്ല. ഇന്ന് പൂർണ്ണമായും ജഗദംബിക ഈ ഭവനത്തിലുണ്ടായിരുന്നു. ഈ ഭവനത്തിൽ ജഗദംബിക ഉണ്ടായിരുന്നെന്നോ? അതെ, ആർക്കും തിരിച്ചറിയാനാവാത്ത ജഗദംബിക ഇപ്പോഴും ഈ തറവാട്ടിലുണ്ടല്ലോ. ഞാൻ ഇറങ്ങട്ടെ അച്ഛാ. ഞാൻ വൈകി എത്തിയാൽ പച്ചേമാലിന്റെ തറവാട്ടിൽ പ്രശ്നമാകും. കഴുതയെ പോലെ പണിയെടുക്കണം. ആഗ്നേയാസ്ത്രത്തെക്കാൾ ചൂടും പുകയും വമിക്കുന്ന വാക്ശരങ്ങൾ. ഭർതൃഗ്രഹത്തിലേക്ക് നിന്നെ മടക്കി അയക്കാൻ അച്ഛന്റെ മനസ്സ് അനുവദിക്കുന്നില്ല മകളെ. എല്ലാം കൈലാസനാഥന്റെ പരീക്ഷണങ്ങളാണ്. ആരോട് ദൈവന് പ്രിയം കൂടുന്നവോ അവരെ കൂടുതൽ പരീക്ഷിക്കുമെന്ന് അച്ഛൻ അറിയാലോ. മീനാക്ഷിയുടെ മഹത്വം മനസ്സിലാക്കി അവർ പ്രായശ്ചിത്തം ചെയ്യുന്ന കാലം വിദൂരമല്ല. അപ്പോ ഞാൻ ഇറങ്ങട്ടെ അച്ഛാ. അങ്ങനെ ആകട്ടെ.
നീയല്ലേ? അതെ, ഞാൻ മീനാക്ഷിയുടെ തറവാട്ടിൽ നിന്നും പൂജ കഴിഞ്ഞു വരികയാ. മീനാക്ഷിക്ക് വേണ്ടി ഞാനാ വരലക്ഷ്മി പൂജ കഴിച്ചത്. എന്താ പേര്? എന്റെ പേര് ഭുവന. മീനാക്ഷി ഇല്ലാത്ത ഒരു കുറവേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാലും പൂജാവിധികൾ കെങ്കേമമായെന്ന മീനാക്ഷിയുടെ അച്ഛന്റെ പക്ഷം. എല്ലാം മീനാക്ഷിയുടെ നന്മയുടെ ഫലം. വരട്ടെ. പേരെന്തെന്നാ പറഞ്ഞത്? ഭുവന. ദേവ, പരമഭക്തയായ മീനാക്ഷി അങ്ങ് പരീക്ഷിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറെ ആയല്ലോ. നമുക്ക് തന്നെ ക്ഷമ കെട്ടു തുടങ്ങി. നാം മീനാക്ഷിയെ പരീക്ഷിക്കുമ്പോൾ മീനാക്ഷിയെ പരിരക്ഷിക്കാൻ ദേവി പോകുന്നുണ്ടല്ലോ. കണ്ടില്ലേ, വരലക്ഷ്മി പൂജ മുടക്കിയെന്ന അപരാധം മീനാക്ഷിയിൽ പതിയാതിരിക്കാൻ ദേവി തന്നെ മീനാക്ഷിയായി തറവാട്ടിൽ ആവിർഭവിച്ചില്ലേ? സംവത്സരങ്ങളായി നമ്മുടെ പ്രീതിക്ക് വേണ്ടി അതിശ്രേഷ്ഠമായ പൂജ നടത്തുന്ന മീനാക്ഷിയെ സഹായിക്കാനല്ലാതെ പരീക്ഷിക്കാൻ നമുക്കാവുന്നില്ല. സ്ത്രീ സഹജമായ ദൗർബല്യം കൊണ്ടാകാം, അല്ലേ? അതെ, ജഗദംബികയാണെങ്കിലും സ്ത്രീ സഹജമായ സ്വഭാവ വിശേഷങ്ങൾ ചില സന്ദർഭങ്ങളിൽ ദേവിക്കുമുണ്ടാകാം. നാം ഇപ്പോൾ ആലോചിക്കുന്നത് കുമുദവല്ലിയും ശിവകാമിയും കുറിച്ചാണ്. വരലക്ഷ്മി പൂജയുടെ അതിവിശിഷ്ടമായ പ്രസാദം കഴിക്കാൻ അവർക്കെന്തേ മനസ്സുണ്ടായില്ല? പ്രസാദം കഴിച്ചാൽ അവരുടെ വിധിവിഹിതത്തിന് മാറ്റമുണ്ടാവില്ലേ ദേവി? ജന്മനാ പാപജന്മങ്ങളായ അവർ പ്രസാദം കഴിക്കുന്നതോടെ പുണ്യജന്മങ്ങളാവില്ലേ? അങ്ങനെ പുണ്യജന്മങ്ങളാകണമെന്ന് അവരുടെ ശിരോലിഖിതത്തിൽ വിധിയില്ല ദേവി. പുണ്യത്തിന്റെ പരിധിയിലെത്തിയിട്ടും പാപത്തിന്റെ പരിധി വിടാത്ത ചില മനുഷ്യജന്മങ്ങൾ. അതെ, കുമുദവല്ലിയുടെയും ശിവകാമിയുടെയും കാര്യത്തിൽ അത് തന്നെയാണ് സത്യം. പിന്നെ മീനാക്ഷിയെക്കുറിച്ചോർത്ത് ദേവിക്കുള്ള ആശങ്ക, അതിനും പരിഹാരമുണ്ടാക്കാം. നമ്മുടെ എല്ലാ പരീക്ഷണങ്ങൾക്ക് പിന്നിലും ചില നിരീക്ഷണങ്ങൾ ഉണ്ടാകുമല്ലോ. കുറച്ചു കാലം കൂടി നമ്മുടെ പരീക്ഷണങ്ങളെ അതിജീവിച്ച് മീനാക്ഷി മുന്നോട്ട് പോകട്ടെ. പരീക്ഷണ വിമുക്തമായ ശുഭകരമായ ഒരു ഭാവി ജീവിതം നാം മീനാക്ഷിക്ക് പ്രദാനം ചെയ്യുന്നതായിരിക്കും. അമ്മേ നോക്കിക്കേ. മോളെ, നമ്മൾ ഏൽപ്പിച്ച പണിയിൽ അവൾ ഒരു അലംഭാവവും കാട്ടിയിട്ടില്ല. ദേ കണ്ടില്ലേ, നല്ല വൃത്തിയായി മടക്കി അലങ്കരിച്ചു വെച്ചിരിക്കുന്നു. അമ്മേ, മുറ്റത്തൊന്നും ഒരു കരിയില പോലും കാണുന്നില്ല. എല്ലാം അവള് വൃത്തിയാക്കിയിട്ടിരിക്കുന്നു. എന്താണ് ഇതിന് പിന്നിലുള്ള രഹസ്യം എന്ന് അറിയാൻ കഴിയുന്നില്ലല്ലോ മോളെ. പച്ചമാലിനോട് ചോദിക്കാന്ന് വെച്ചാൽ അവനെയും കാണുന്നില്ല. മുൻപ് ക്ഷേത്രത്തിൽ അവളെ സഹായിക്കാൻ ഒരു പാചകക്കാരൻ വന്നിരുന്നല്ലോ. ആ പാചകക്കാരൻ തന്നെയായിരിക്കും ഇപ്പോഴും അവളെ സഹായിക്കാൻ വന്നത്. ഏതായാലും ആ പാചകക്കാരനാരെന്ന് കണ്ടുപിടിക്കുക തന്നെ. എന്തായാലും അവളിക്ക് വരട്ടെ, അപ്പോ നമുക്കെല്ലാം വെളിവാകുമല്ലോ.
ദാമ്പത്യോരൈക്യകാലേ വേദനഹിബുകേ സപ്തമേ ലഗ്നരന്ധ്രേ ലഗ്നാ ചന്ദ്രാ ച ശുക്രാ ദേവി രവിരവജാ ഭൂമിപുത്രദയേച്ച തൽശാമേ പുത്രമിത്ര പ്രക്കരതനയുതം ദമ്പതി ദീർഘകാലം. അച്ഛാ, ക്ഷമിക്കണോ അച്ഛ, എനിക്ക് വരലക്ഷ്മി പൂജയ്ക്ക് എത്താൻ കഴിഞ്ഞില്ല. ഇവിടെ പൂജയ്ക്ക് വരാൻ ഇറങ്ങുന്ന സമയത്ത് എന്റെ അമ്മായി അമ്മയും നാത്തൂനും കൂടെ എന്റെ ദാസവൃത്തിയിൽ തളച്ചിട്ട് കഴിഞ്ഞു. മാപ്പ് തരണോ അച്ഛ. മകളെ, എന്ത് ഭ്രാന്താ നീ ഈ പറയുന്നേ? നീ കൃത്യസമയത്ത് തന്നെ പൂജയ്ക്ക് എത്തിയല്ലോ. അതിഗംഭീരമായ പൂജ നടത്തി ഊണും കഴിച്ച് എന്നോട് യാത്ര പറഞ്ഞിറങ്ങിയിട്ട് അധിക നേരം ആയില്ലല്ലോ മകളെ. എന്ത്, ഇന്ന് ഞാനിവിടെ പൂജ ചെയ്യാൻ വന്നോ? ഇല്ല അച്ഛ. ഇവിടെ പൂജ തുടങ്ങേണ്ട സമയത്ത് ഞാൻ ഇവിടെ തറവാട്ടിൽ വസ്ത്രം അലക്കായിരുന്നു. സത്യം അച്ഛ, ഞാൻ ഇവിടെ പൂജ ചെയ്യാൻ വന്നിട്ടേ ഇല്ല. മകളെ, അപ്പോ കുമുദവല്ലിയും ശിവകാമിയും പൂജയിൽ പങ്കെടുക്കാൻ ഇവിടെ വന്നിരുന്നു. ഊണ് പോലും കഴിക്കാതെ മടങ്ങുകയും ചെയ്തു. നീ അതുപോലും അറിഞ്ഞില്ലേ? ഇല്ല അച്ഛ. അവരെ ഏൽപ്പിച്ച പണി തീർത്തിട്ട് ഞാൻ തറവാട്ടിലേക്ക് ചെല്ലുമ്പോ അമ്മായും മകളെയും അവിടെ കണ്ടില്ല. പരദൂഷണം മുഖ്യ തൊഴിലാക്കി അവർ പലപ്പോഴും ആരെ അറിയിക്കാതെ തറവാട് വിട്ടു പോവുമായിരുന്നു. അതുകൊണ്ട് ഞാൻ അവരെ കുറിച്ച് അന്വേഷിച്ചതേയില്ല. അച്ഛ, ഭുവന എന്ന പേരുള്ള ഒരു പെൺകുട്ടി ഇന്നിവിടെ പൂജ ചെയ്യാൻ വന്നിരുന്നു. ഭുവനയോ? അങ്ങനെ ഒരു പെൺകുട്ടി ഇവിടെ പൂജ ചെയ്യാൻ വന്നിട്ടേ ഇല്ല. നീ എന്താ മകളെ ആലോചിക്കുന്നേ? വഴിമധ്യേ ഞാനൊരു പെൺകുട്ടി കണ്ടിരുന്നു, ഭുവന. എനിക്ക് പകരം ഈ തറവാട്ടിൽ പൂജ ചെയ്തത് അവളാണത്രേ. അവള് പറഞ്ഞതാ. അച്ഛൻ പറയുന്നു ഞാൻ ഇവിടെ പൂജ നടത്തിയെന്ന്. ഭുവന പറയുന്നു അവളാണ് പൂജ നടത്തിയതെന്ന്. എന്തൊക്കെ മായാജാലങ്ങളാ അച്ഛ ഇവിടെ നടക്കുന്നത്? മകളെ, പൂജ ചെയ്തുകൊണ്ടിരുന്ന മീനാക്ഷിയുടെ മുഖത്തെ ഭാവങ്ങൾ, പൂജയുടെ രീതികളിൽ വരുത്തിയ വ്യത്യാസങ്ങൾ, ഇതൊക്കെ ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് ബലമായ സംശയം തോന്നി എന്റെ മകൾ മീനാക്ഷി അല്ല പൂജകരിക്കുന്നതെന്ന്. ആ സംശയം ശരിയായിരുന്നു മകളെ. നിന്റെ രൂപത്തിലും ഭാവത്തിലും വന്ന് പൂജ ചെയ്തതും ഭുവന എന്ന പെൺകുട്ടിയായി നിന്നെ സമീപിച്ചതും സാക്ഷാൽ ശ്രീ പാർവതി തന്നെയായിരുന്നു. പൂജ ചെയ്യാൻ കഴിയില്ലല്ലോ എന്നോർത്ത് നീ മനസ്സുരുകിയപ്പോ ജഗദംബികാദേവിക്ക് ഇരു പുറച്ചില്ല മകളെ. ഭഗവതി മീനാക്ഷിയായിട്ട് തന്നെ വന്നു. ജഗദംബിക വന്നിരുന്ന് പൂജ ചെയ്ത് തറവാടായത് മറ്റൊരു കൈലാസം. മകളെ, നിന്റെ കറയറ്റ ഭക്തിക്ക് മുന്നിൽ ഈ അച്ഛൻ നമിച്ചു പോകുന്നു.
മോളെ, മീനാക്ഷി ഇനിയും കാണുന്നില്ലല്ലോ. നീ എന്താ ആലോചിക്കുന്നത്? പൂജ ചെയ്തുകൊണ്ടിരുന്ന മീനാക്ഷി ഇടയ്ക്കിടയ്ക്ക് കണ്ണു തുറന്ന് നമ്മളെ നോക്കി ചിരിച്ചത് അമ്മ ഓർക്കുന്നില്ലേ? ആ, ഓർക്കുന്നു. ആ ചിരിയിൽ ഒളിഞ്ഞിരിക്കുന്ന ഒത്തിരി അർത്ഥങ്ങൾ ഉണ്ടായിരുന്നു അമ്മേ. അതുപോലൊരു ചിരി മീനാക്ഷി ചിരിച്ച് കണ്ടിട്ടേയില്ല. ശരിയാണ്, പൂജ ചെയ്തത് മറ്റൊരു മീനാക്ഷിയാണോ എന്ന സംശയം എനിക്കും ഉണ്ടായി. ചുരുങ്ങിയ നേരം കൊണ്ട് വസ്ത്രങ്ങളെല്ലാം എങ്ങനെ അലക്കാൻ കഴിഞ്ഞു? എങ്ങനെ കൃത്യസമയത്ത് പൂജയ്ക്കെത്താൻ കഴിഞ്ഞു? അതിനുള്ള മറുപടിയെല്ലാം ആ ചിരിയിലുണ്ടായിരുന്നു. അമ്മേ, ഇനിയുള്ള നാളുകളിൽ നമ്മൾ മീനാക്ഷിയെ വളരെയധികം സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ കാണുന്ന മീനാക്ഷി അല്ല അവൾ. അവൾ മറ്റാരൊക്കെയാണ്. കരുതൽ വേണോ അമ്മേ?